കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിൽ നിന്നാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് തൃശൂർ സ്വദേശിനിയായ മൗസ ഫാത്തിമയെ വാടക റൂമിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം അന്ന് തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ആത്മഹത്യ ചെയ്യേണ്ട കാരണം ഇല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഏതൊക്കെയോ രീതിയിലുള്ള തക്കതായ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന്. നിലവിലിപ്പോൾ പോലീസ് ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് ഈ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ തൃശൂർ സ്വദേശിനിയായിട്ടുള്ള മൗസ മെഹ്റിൻ ഫാത്തിമ ആത്മഹത്യ ചെയ്യുന്നത്. ഈ മൗസ മെഹ്റിൻ ഫാത്തിമയ്ക്ക് കോവൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇയാൾക്ക് ഒരു ഭാര്യയും കുട്ടിയും ഉണ്ട് എന്ന് ഒരു വിവരം പുറത്തു വന്നത് മൗസ മെഹ്റിൻ ഫാത്തിമയെ വല്ലാത്ത രീതിയിൽ മാനസിക സംഘർഷത്തിലാക്കിയിരുന്നതായും അതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുമായിട്ട്, അതായത് മൗസ മെഹറിന്റെ മൊബൈൽ ഫോണുമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു അയാളെയാണ് ഇപ്പോൾ വയനാട് വൈത്തിരിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചെവായൂർ പോലീസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഇയാളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൗസ മെഹറിനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നതും മൊബൈൽ ഫോണിൽ കൂടി വാട്സപ്പിൽ കൂടി സന്ദേശങ്ങൾ അയക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൗസ മെഹറിന്റെ ഫോണിലുണ്ട് എന്ന വിവരം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൗസയുടെ മൊബൈൽ ഫോണുമായി ഇയാൾ കടന്നു കളഞ്ഞത് എന്ന ഒരു നിരീക്ഷണത്തിലാണ് പോലീസ് ഉള്ളത്. ആ വക കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ പുലർച്ചെയാണ് ഈ കോവൂർ സ്വദേശിയായിട്ടുള്ള യുവാവിനെ, ഈ മൗസയുടെ ആൺസുഹൃത്തായിട്ടുള്ള യുവാവിനെ വയനാട് വൈത്തിരിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഒരാഴ്ചയിലധികമായി 10 ദിവസത്തിലധികമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഭാര്യയും ഒരു മകളും ഉണ്ട് എന്നുള്ള കാര്യം മൗസയുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇയാൾ സംസാരിച്ചിരുന്നതായിട്ടുമുള്ള വിവരമുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയുകയും മൗസയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ മൗസയും കുടുംബവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരം കുറയാൻ ഒരു സാഹചര്യം ഇടയാക്കിയതായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. ഈ വക കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിൽ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത നിമിഷം തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.